ശാന്തി മാം, ഹായ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. അന്ന് വന്നപ്പോ പറഞ്ഞു പിള്ളേരുമായിട്ട് ഇനി ഒരു വരവ് വരുന്നു. അപ്പൊ ഇവരാണ് ബ്രെയിൻ ഹാക്കേഴ്സ്. അതെ, ഇതാണ് ഞങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സ്. ഓരോരുത്തരും ഓരോ സ്കിൽസ് ആയിരിക്കും അല്ലേ? ആക്ച്വലി ഇവരെല്ലാം തന്നെ മെമ്മറിയിൽ നാഷണൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ആണ്. അപ്പം ഇവർ പലരും പല ഐറ്റംസ് ആണ് സെലക്ട് ചെയ്ത് അവരുടെ ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്ത നാഷണൽ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മളിവിടെ പറയുന്നത് തന്നെ മെമ്മറി എത്രത്തോളം ഇവർക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് നൽകുന്നത് അല്ലേ? പല ഏജ് ഗ്രൂപ്പുകളാണ്. അപ്പം ഏറ്റവും ഈ ഗാങ്ങിൽ ഇപ്പം ഏറ്റവും ചെറിയ ഏജ് ആർക്കാണ്? ഈ 8 വയസ്സുകാരിയാണ് യാമി അനിത് സൂര്യ. യാമി എവിടെയാ? സ്ഥലം എവിടെയാ യാമിയുടെ? കടക്കൽ. അപ്പൊ യാമി എന്തിലാണ് സ്കില്ല്? യാമി ആക്ച്വലി ചെയ്തിരിക്കുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ അവരുടെ ടെന്യൂർ, അവരുടെ ഭരണ കാലയളവ് കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്ത് അത് ഡിസോർഡർ ആയതിനെ ഓർഗനൈസ് ചെയ്യുക ഏറ്റവും വേഗത്തിൽ. അതായത് വെറുതെ പേര് പറയാണ്ട് അവർ എത്ര വർഷം ഉണ്ടായിരുന്നു, ഏത് മാസം, ഏത് ഡേറ്റ് മുതൽ ഏത് വർഷം വരെ ഭരിച്ചു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട്. എന്റെ മോനെ, 8 വയസ്സുകാരിയാണ് അത് പറയാൻ പോകുന്നത്. അപ്പം നമ്മളത് കൊടുക്കുന്നുണ്ടോ? ഡിസോർഗനൈസ് ആയിട്ട് കൊടുക്കുകയാണോ? നമ്മള് ജസ്റ്റ് നമ്മുടെ സമയത്തിന്റെ കുറവ് പറഞ്ഞു പോവാ. ജസ്റ്റ് ആ പ്രൈം മിനിസ്റ്ററിന്റെ പേര് വേഗത്തിൽ പറയുക ഇപ്പൊ ചെയ്തത്. ആയിക്കോട്ടെ, ഓക്കെ, തുടങ്ങിക്കോ മോളെ. जवाहरलाल नेहरू, गुलजारीलाल नंदा, लाल बहादुर शास्त्री, गुलजारीलाल नंदा, इंदिरा गांधी, मोरारजी देसाई, चरण सिंह, इंदिरा गांधी, राजीव गांधी, बीपी सिंह, चंद्रशेखर नरसिम्हा राव, AB वाजपेयी, HD देवेगौड़ा, IK गुजरात, AB वाजपेयी, मनमोहन सिंह, नरेंद्र मोदी. വാജ്പേയി സാറിന് തൊട്ട് ഇങ്ങോട്ടേക്ക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഓർമ്മയേ ഇല്ല. 2 തവണ പറഞ്ഞു. അതാണ് അതിലെ എടുക്കുക. സൂപ്പർ കൊള്ളാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആരെയാണ്? നെക്സ്റ്റ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 പേര്. കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ. അതെ, ഞങ്ങളുടെ നോർമലി ബ്രെയിൻ ഹാക്കേഴ്സിനെല്ലാം തന്നെ പീരിയോഡിക് 180 എലമെന്റ്സ് കംപ്ലീറ്റ് മെമ്മറൈസ് ചെയ്തിരുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് ജാൻവി മനേഷ് ആണ്. ഹായ് ജാൻവി. ഓക്കെ, ജാൻവി ചെയ്തിരിക്കുന്ന പീരിയോഡിക് ടേബിൾ റീകോൾ ചെയ്തുകൊണ്ട് മിനിയേച്ചർ ഫുഡ് ഐറ്റംസ് ക്ലേ വെച്ചിട്ട് ഫുഡ് ഐറ്റംസിനെ മോഡൽ ചെയ്യുക എന്നുള്ളത്. അതായത് ഈ പറഞ്ഞ പീരിയോഡിക് ടേബിൾ പറയുന്നതോടൊപ്പം തന്നെ ക്ലേ മോഡലിംഗ് ചെയ്തോണ്ടിരിക്കും. അതെ, അത് ചെയ്തിട്ട് ജാൻവി അത് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ആഗ്നേയി പീരിയോഡിക് ടേബിൾ ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് വേഗത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാളെ ഇവിടെ നമ്മൾ ക്ലേ മോഡലിംഗ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പീരിയോഡിക് ടേബിൾ ഒന്ന് പറയിപ്പിക്കാൻ പറ്റുമോ? ജാൻവി കൊണ്ട് പറയും. ജാൻവി മോളെ ഒന്ന് പറയാമോ പീരിയോഡിക് ടേബിൾ ഫുള്ള്? ബാ ജാൻവി മോളിങ് ബാ. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? 4th എത്തിയതേ ഉള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ വല്ല 7th 8th പഠിക്കുമ്പോഴായിരിക്കും പീരിയോഡിക് ടേബിൾ എന്നെ മൊത്തത്തിൽ ഒന്ന് പഠിച്ചു വരുന്നത്. അപ്പോഴത്തേക്കും 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന മോള് പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോവുകയാണ്. ബ്രില്യന്റ്. അപ്പൊ എന്തായാലും തുടങ്ങാം. യെസ്. Hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, oxygen, fluorine, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, argon, potassium, calcium, scandium, titanium, vanadium, chromium, manganese, iron, cobalt, nickel, copper, zinc, gallium, germanium, arsenic, selenium, bromine, krypton, rubidium, strontium, yttrium, zirconium, niobium, molybdenum, technetium, ruthenium, rhodium, palladium, silver, cadmium, indium, tin, antimony, tellurium, iodine, xenon, cesium, barium, lanthanum, cerium, praseodymium, neodymium, promethium, samarium, europium, gadolinium, terbium, dysprosium, holmium, erbium, thallium, ytterbium, lutetium, hafnium, tantalum, tungsten, ruthenium, osmium, iridium, platinum, gold, mercury, thallium, lead, bismuth, polonium, astatine, radon, francium, radium, actinium, thorium, protactinium, uranium, neptunium, plutonium, americium, curium, berkelium, californium, einsteinium, fermium, mendelevium, nobelium, lawrencium, rutherfordium, dumnium, seaborgium, bohrium, hasium, titanium, Tungstanium, Longinium, copper, nickel, neodymium, fluorine, moscovium, livermorium, tensile organism. ഇവർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് അമേരിക്ക, ബെർലിൻ, അങ്ങനെയൊക്കെ. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സാധനം ലിഥിയം മനസ്സിലായി. പിന്നെ ഹൈഡ്രജൻ, ഹീലിയം, ഇതൊക്കെയായിരുന്നു ആകെ അറിയാവുന്ന. ഓക്സിജൻ, സിങ്ക്. അതിന്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ അവിടെ അങ്ങനെ കറക്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ നിൽക്കേ. ഞങ്ങൾ ആ പീരീഡ് കേറിയിട്ടില്ലായിരുന്നു ക്ലാസ്സിൽ, അതുകൊണ്ട് അതൊക്കെ കിളിയാണോ പറഞ്ഞു പോയത്? ഷുഗർ മൊത്തത്തിൽ പോയോ? അല്ല, വരണ്ടായിരുന്നു. ഞാനേ വേറെ എവിടെ ഇരിക്കേണ്ട ആള് ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന പോലെ. യെസ് മാം. അപ്പൊ അടുത്ത ഇനി ആരാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ വീണ്ടും നമുക്ക് റെക്കോർഡ്സ് ഉണ്ട് അല്ലേ? റെക്കോർഡ് ഉണ്ട്. അടുത്ത ശ്രാവൺ ആണ്. ശ്രാവൺ 30 സെക്കൻഡിനുള്ളിൽ തന്നെ പീരിയോഡിക് ടേബിൾ പറഞ്ഞുകൊണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് മോന്റെ പെർഫോമൻസ് കാണാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ശരി, ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അതായത് ഈ കാണുന്ന സാധനം ഷഫിൾ ചെയ്ത് തരണ്ടേ? ഫുൾ ആക്കി തരണം. അത് ഞാൻ ഭയങ്കര ഇത് കാണണം. പ്രേക്ഷകരെ നോക്കിക്കണം. വെറും സെക്കൻഡുകൾക്ക് മാത്രമുള്ളതിൽ ഞാൻ ഇത് വേറെ കളറുകളാക്കി കൊടുത്തിട്ട് ഒന്നായോ? ഇല്ല. അല്ലെങ്കിൽ ഒരു സാധനം നശിപ്പിക്കാൻ ഞാൻ പിടിക്കല്ലേ? അതെ. ഓക്കെ,
സ്റ്റാർട്ട്. ഹരിജയിലെ എഴുതിയ പോലെ പവർ കാർബൺ നൈട്രോജൻ ഫ്ലോറിൻ സോഡിയം മെഗ്നീഷ്യം അലുമിനിയം സിലിക്കൺ ഫോസ്ഫറസ് സൾഫർ ക്ലോറിൻ അകം പൊട്ടാസ്യം കാൽസ്യം സ്കാൻഡിയം ടൈറ്റാനിയം അനോണിയം സായങ്കാളം നിക്കോ കോപ്രസിംഗ് ജാലം ജർമ്മനി ആൻസി സെലിയം ബ്രോങ് കിട്ടാൻ ഇവിടെ ഏറ്റവും സിക്കോണി നീമ മോളൻ ഡെവിഷൻ ദൂരം റോഡിയം പലവൻ കാഡ്മിയം സാന ആന്റിബയോട്ടിക് അനുസരണം റെയിനോ ഓസ്മി ഇരുന്നാം പറഞ്ഞ ഗോൾ മക്കളി 4 സപ്ലോന അസെറ്റണം ഫ്രാൻസി റെഡി ആക്റ്റീവ് തോറിയം പ്രൊട്ടക്റ്റീവ് നെപ്റ്റിനം പ്ലൂട്ടോണിയം മെൽസീരം ക്യൂരം ബെർക്കിലം കാൽഫോൺ ഐസിയം ഫെർമിയം മെന്റലിബൻ നോണൽ ആൻസർ ഉദഫോൺ ഡബ്നിയം സീവറിയം ബോസിയം മെഗ്നീഷ്യം പ്രോൻഡിജീനിയം കോപ്പർനീസിയം നിഹോനിയം ഫ്ലോറോവിയം മോസ്കോവിയം റെർമോൺ ടെനിസിനോ കാൽസ്യം. നന്മറിഞ്ഞ പറയുമ്പോൾ സുസ്തി കർത്താവ് അങ്ങനെയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാണോ ഇത് പറയുന്നത് എനിക്ക് തോന്നിയത്. എന്റെ ദൈവം എന്തപ്പോ സംഭവിച്ചത്? അതല്ലേ ഞാൻ നോക്കിയുള്ളൂ, മറ്റേ ഞാൻ കേൾക്കാൻ പോയില്ല. കലക്കി കംപ്ലീറ്റ് ചെയ്തു. അത്ഭുതം, സൂപ്പർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആവേശപ്പെട്ട് കുറയ്ക്കാതെ നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടുത്ത വേദിയിലേക്ക് വരുന്നു. ആരാണ് മാം? അടുത്തത് പീരിയഡ് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ജസ്റ്റ് ഇപ്പൊ പെർഫോം ചെയ്യുന്നില്ല. എല്ലാ പീരിയഡിലെ എലമെന്റ്സിന്റെ പേര് അവയുടെ അബ്സല്യൂട്ട് ബോയിലിംഗ് പോയിന്റും, അതായത് ബോയിലിംഗ് പോയിന്റ് ഒരു 4 ഡിജിറ്റ് നമ്പർ കാണും. അത് കംപ്ലീറ്റ് ആയിട്ട് റാൻഡംലി 1 or 2 ഒന്ന് ചോദിക്കുവാണെങ്കിൽ അതൊന്നും കൂടെ നമുക്കൊന്ന് അറിയാം. കാരണം ഇതിനൊരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം ഏതെങ്കിലും റാൻഡംലി 2 പീരിയഡിക് ടേബിളിൽ 2 ചോദിച്ച വിഷയട്ടാ. ലിഥിയം 1615 ആണോ മാം? അതെ, കറക്റ്റ് ആണ്. അവിടെ ചെക്ക് ചെയ്തല്ലോ, കറക്റ്റ് ആണ്. ക്രോമിയം 2945 കറക്റ്റ്. ശരി, പക്രുചേട്ടനോട് നിയോൺ. നല്ല ലൈറ്റാ. പേര് കാശിനാഥ്. ഓക്കെ, അടുത്ത ആരാണ് മാം ഉള്ളത്? ഹരിഗോവിന്ദ് ആണ്. ഹരിഗോവിന്ദ് കൺട്രി കറൻസി കംപ്ലീറ്റ് ആയിട്ട് റീകോൾ ചെയ്യുന്നുണ്ട്. കൺട്രി കറൻസീസ് ആണ് റീകോൾ ചെയ്യാൻ പോകുന്നത്. സൂപ്പർ. ഹരിഗോവിന്ദ് പ്ലീസ് ബി ഹിയർ. ഇതാണ് താങ്കളുടെ ഹോട്ട് സീറ്റ്. ഞാൻ ഇതിങ്ങനെ ഇരുന്ന് ചോദിക്കുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാസ്റ്റർ ആയിട്ട് എന്നെ കരുതിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ലിസ്റ്റുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. റാൻഡംലി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ രാജ്യങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ കറൻസീസ്, അതായത് അവിടുത്തെ പൈസയ്ക്ക് എന്താണ് പറയുന്നത് എന്നുള്ളതായിരിക്കും ഇവിടെ മോൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം. ബൊലീവിയ. Boliviano. ഓക്കെ. ബ്രസീൽ. Brazilian Real. ചാഡ്. Central African CFA franc. ജിബൂട്ടി എന്നാണോ? കണ്ടോ, അതുപോലും വായിക്കാൻ എനിക്ക് അറിയത്തില്ല. പറഞ്ഞോ. Djiboutian franc. ജിബൂട്ടിയൻ ഫ്രാങ്ക്. ആഹാ, എങ്കിൽ ഈശ്വരാ നമുക്കറിയുന്ന രണ്ടുമാണ് ഞങ്ങൾ ചോദിക്കാം. തായ്ലൻഡ്. Thai baht. തായ് ബാത്ത്. കറക്റ്റ്. Indonesian rupiah. ഒരു ഈസി, എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ എന്തായാലും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇറ്റലി. Euro. ബംഗ്ലാദേശ്. Bangladeshi taka. ഏലൂർ. പൈസ. അല്ല, ഞാൻ അവിടുന്ന് പോന്നിട്ട് 10-20 കൊല്ലേ. ഇപ്പൊ അവിടെ എന്താണെന്നുള്ളത് അവിടെ ഇപ്പോഴും Rupee. പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്ത ലിസ്റ്റ് തന്നോളൂ. കേരളത്തിലെ MLA-മാരുടെ കംപ്ലീറ്റ് ലിസ്റ്റ്, അവിടെ കോൺസ്റ്റിറ്റ്യുവൻസി, കേരളത്തിലെ MLA-മാരുടെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഓരോ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ചോദിക്കുക. അവിടുത്തെ MLA-യുടെ പേര് ആരാ ചെയ്യുന്നത്? ജൂറിസ് ജോർജ് ബേസിലാണ്. എന്റെ പൊന്നെ, നീ ഇത്ര നേരം എന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതാ ചെയ്യാൻ പോകുന്നേന്ന്. നീ വന്നേ. ഏത് ക്ലാസ്സിലാ? 4th grade. 4th. ശരി മോനെ, ഞങ്ങളുടെ തൃക്കാക്കര ആരാണ്? തൃക്കാക്കര ഉമ തോമസ് INC. ആറ്റിങ്ങലോ? OS അംബിക. വട്ടിയൂർക്കാവ്? VK പ്രശാന്ത് ബ്രോ. അടിപൊളി. ആലുവേല? അൻവർ സാദത്ത്. നല്ല പിറവം. അനൂപ് ജേക്കബ്. ഓ, പൊളിച്ചു. ഒരു രക്ഷയില്ല മോനെ. കിടിലം. ഇനി അടുത്ത ലിസ്റ്റ് തരൂ. അടുത്ത ഏതാണ് പെർഫോമൻസ്? ഹയസ്റ്റ് മൗണ്ടൻസിന്റെ ആദ്യത്തെ 100 മൗണ്ടൻസിന്റെ പേരും അവയുടെ ഹൈറ്റ് റീകോൾ ചെയ്യുക. പേരെങ്ങനെയാ? ശ്രേയസ്. ഏത് ക്ലാസ്സിലാ? +1. ഓക്കെ, പറഞ്ഞോ മോനെ. ആദ്യത്തെ 10 പറഞ്ഞു തന്നാ മതി കേട്ടോ. Mount Everest 8848, K2 8611, Kanchenjunga 8586, Lhotse 8516, Magalu 8485, Choyu 8188, Dhaulagiri first 8167, Manaslu 8163, Nangavaru 8126, Annapurna first 8091. പൊന്മുടി അറിയോ? അല്ല, പൊന്മുടി 100 ഇല്ല. ഞാൻ പറയും 101-ാമത്തേത് പൊന്മുടി. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ളതാണ് പൊന്മുടിയുടെ എനിക്ക് തോന്നുന്നു 1534. കൈയടിച്ചോ. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് തേജ് കൃഷ്ണയാണ്. തേജ് കൃഷ്ണ ആക്ച്വലി റെക്കോർഡ് ചെയ്തിരിക്കുന്ന പീരിയോഡ് ടേബിൾ എലമെന്റ്സിന്റെ പേര് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1:2 അത് ഫുൾ എഴുതുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പുള്ളിക്കാരൻ സ്പെഷ്യലായിട്ട് ചെയ്ത ആക്ടർ വിജയുടെ ഫാനാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ കംപ്ലീറ്റ് ഫിലിംസും അവയുടെ മന്ത്, ഡേറ്റ്, ഇയർ, ഡയറക്ടറിന്റെ നെയിം, ടോട്ടൽ മൂവി ലെങ്ത്, അതുപോലെ ആ വിജയ് എന്ന ക്യാരക്ടർ, അതിന്റെ ക്യാരക്ടർ നെയിമും. ജില്ല വിജയുടെ 56ാമത്തെ സിനിമയാണ്. അത് ഡേറ്റ് 10th January 2014. അതിന്റെ ഡയറക്ടർ നേസൻ, ക്യാരക്ടർ നെയിം ശക്തി, മിനിറ്റ്സ് 185 minutes.
മിനിറ്റ് 180. 85. ഓക്കെ, ഏതാണ്? കാവലാൻ വിജയുടെ 51th മൂവിയാണ്. അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് 15th February 2011. ഡയറക്ടർ സിദ്ദിഖ്. ക്യാരക്ടർ നെയിം ഭൂമിനാഥൻ. ലെങ്ത് 155 minutes. ഉയ്യോ, ഒരു രക്ഷയില്ല. ഈ ഒരു പെർഫോമൻസിന് മാസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. പറഞ്ഞ മാസ്റ്റേഴ്സ്. നമ്മൾ ഏറ്റവും അറ്റത്ത് വന്ന് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും കിഡിലോസ്കി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് വരും ചില സമയത്ത്. അതാണിപ്പോൾ വന്നത്, കിഡിലോസ്കികൾ. എല്ലാവരും, കാരണം എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ എന്താ പറയുക, ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഏതെങ്കിലും ഒരെണ്ണം നമ്മളോടൊന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ വലിയ പാടാ, കയ്യിൽ നിന്ന് കിട്ടുകയല്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞ് നമുക്ക് ഏകദേശം ഊഹിക്കാം അത്രയും നല്ല രീതിയിലുള്ള എന്താ പറയുക പരിശീലനങ്ങളും അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാവി എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ്, ഒരു മിനിയേച്ചറാണ് ഇവിടെ. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള യുവതലമുറയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. എല്ലാവർക്കും കിട്ടിയത് വളരെ ചെറിയൊരു സ്പേസാണ്, പക്ഷെ അവിടെ നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്താ കാര്യം അറിയാം, നമ്മള് ഇപ്പൊ ഈ സാധാരണ ഫോണിലാണെങ്കിൽ പോലും പണ്ട് നമ്പർ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ കിടക്കുമായിരുന്നു, നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഒരു നമ്പർ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പേര് വെച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷനിലുള്ളവരുടെ നമ്പർ പോലും ചിലപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം ശരിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രില്യൻ ആ ഒരു തോട്ട്സ്. ഇത് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇത്രയും ഈ പിള്ളേരെ കണ്ടെത്തണം എങ്ങനെയാ? ഇവരൊക്കെ എന്നിലേക്ക് വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് അതിനുശേഷം ഇവരെ ട്രെയിൻ ചെയ്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എടുത്ത് ട്രെയിൻ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കും. സാധാരണ പഠിക്കാൻ കൊടുക്കുന്ന വിഷയങ്ങളെക്കാൾ കൂടുതൽ കുട്ടികളുടെ തലയിലേക്ക് കൂടുതലൊരു എന്താണ് സ്ട്രെസ് ഇതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇവര് ഹാപ്പി ആയിട്ടാ പഠിക്കുന്നത്. ആണോ? അല്ലേ? അതാണ് ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇതുപോലെയുള്ള കുട്ടികളുടെ വ്യൂവേഴ്സ് ഉണ്ട് ഒരുപാട് പേര്, അവർക്ക് ഒരു പ്രചോദനമായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ആവണം എന്ന് പറയുന്നത് അത് ഒരുപാട് പേർക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ടീച്ചറിനും, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സാധാരണ ഭയങ്കര വ്യത്യസ്തമായ ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരാളിങ്ങനെ എല്ലാം ഓർത്തൊക്കെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഒരുപാട് പേരെ അങ്ങനെ ട്രെയിൻ ചെയ്യുകയും അത് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കും പറ്റുമല്ലേ എന്നൊരുപാട് പേർക്ക് പ്രചോദനമോ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ഇത്രയും കുട്ടികളെ ട്രെയിൻ ചെയ്യാനും കൂടി ടീച്ചർ സമയം കണ്ടെത്തുന്നതും വലിയ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഭക്തചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇവരുടെ പെർഫോമൻസ്. അപ്പം ഈ ഒരു പെർഫോമൻസിന് ഈ ബ്രെയിൻ ഹാക്കേഴ്സിന് നമ്മൾ എന്താണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? നാദിക, ഭക്തചേട്ടാ, വിഷയടാ മാക്സിമം ആണ്. അപ്പം തീ പൊട്ടിക്കട്ടെ? തീ പൊട്ടിച്ചോ. നിങ്ങൾക്ക് ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിൽ നിന്നും 5 stars. സൂപ്പർ വിഷയടാ. അപ്പൊ ബ്രെയിൻ ഹാക്കേഴ്സ്, here you go, നിങ്ങളുടെ 5 star ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി നേടിയിട്ടുണ്ട്.